എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ ഹൊക്കാഗെയും അസിസ്റ്റന്റ് ചേച്ചിയും സാക്കുറയാണ് കാണിക്കുക. അസിസ്റ്റന്റ് ചേച്ചി പറയും, ഞാൻ വീണ്ടും പറയുന്നത് കുട്ടപ്പനെ ഈ ഒരു മിഷൻ അയക്കണോ എന്ന് നീ ഒന്നുകൂടെ ആലോചിക്കണം എന്നാണ്. കാരണം ഓൾറെഡി അക്കാസ്കി മെമ്പർ ഇപ്പൊ കുട്ടപ്പനെയാണ് അന്വേഷിക്കുന്നത്. ഈ ഒരു അവസ്ഥയില് കുട്ടപ്പനെ പറഞ്ഞു വിടുന്നത് അത് ബുദ്ധിയല്ല. അതിന് ഹൊക്കാഗ് ദേഷ്യപ്പെട്ട് പറയും, നിന്നോട് എത്ര തവണ പറയണം, കുട്ടപ്പനും സാക്കുറയും പോയാൽ മാത്രമേ ഈ ഒരു മിഷൻ അത് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. അതിന് അസിസ്റ്റന്റ് ചേച്ചി അവള് ഷോക്കായിട്ട് ഇപ്പൊ വീണ്ടും പറയും, ഓൾറെഡി സാസുക ഇപ്പൊ ഇവരുടെ ടീമിലില്ല. മാത്രമല്ല കാക്കാഷിക്ക് ഇപ്പൊ റെസ്റ്റ് ആണ്. അതുകൊണ്ട് എന്തായാലും ഇവരെ കൊണ്ട് ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോ ഇപ്പൊ സാക്കുറ ആവട്ടെ ഫ്ലാഷ് ബാക്ക് ആലോചിക്കാൻ തുടങ്ങും. ഫ്ലാഷ് ബാക്കിൽ ദേദുറ കുട്ടപ്പനെ പിടിക്കാനായി അവനെ ഫോളോ ചെയ്തു പോയിരുന്നു. കാക്കാഷി ഉള്ളതുകൊണ്ട് മാത്രമാണ് ദേദുറയ്ക്ക് കുട്ടപ്പനെ കിട്ടാതിരുന്നത്. അതുകൊണ്ട് അസിസ്റ്റന്റ് ചേച്ചി പറയുന്നതും ഒരു പരിധിവരെ ശരിയാണെന്ന് ഇപ്പൊ സാക്കുറ ചിന്തിക്കും. അതിന് ഹൊക്കാകെ, നീ ഇതൊന്നും കേട്ട് ഇപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. കാക്കാഷിക്കും സാസുകയ്ക്കും പകരം സ്ട്രോങ് ആയിട്ടുള്ള മറ്റു രണ്ടുപേരെ നിനക്ക് ഞാൻ തരുന്നു പറയുമ്പോ ഇവിടെ അസിസ്റ്റന്റ് ചേച്ചി ആവട്ടെ അവള് തല കുനിച്ച് അവിടുന്ന് നടന്ന് ദൂരേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ കുട്ടപ്പനാവട്ടെ ആ സിംഹങ്ങളെല്ലാം കണ്ട് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ ക്ലൗഡ്സിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെല്ലാം തന്നെ തല്ലിക്കൊല്ലാൻ നോക്കുമ്പോ ഷിക്കമരു ആവട്ടെ അവൻ അതിനു മുൻപേ അവന്റെ പവർ ഉപയോഗിച്ച് ആ സിംഹങ്ങളെല്ലാം തന്നെ ഇപ്പൊ ഇട്ടിച്ചു കൊന്നുകളയും. നമ്മുടെ കുട്ടപ്പൻ ആള് ചില്ലറക്കാരനല്ല. അവൻ കത്തിയെടുത്ത് സിംഹങ്ങളെ എല്ലാം വരച്ചവന്റെ അടുത്തേക്ക് ഇപ്പൊ ഓടിയെത്തും. കുട്ടപ്പൻ കത്തിയെടുത്ത് കുത്തും. പക്ഷെ അവൻ ഹായ് ആയിട്ട് കുട്ടപ്പനെ തട്ടി മാറ്റും. കുട്ടപ്പൻ അവനോട് ചോദിക്കും, നീയൊക്കെ ഏതാ, നീ എന്താ ഇവിടെ, എന്തിനാ വെറുതെ ഞങ്ങളെ അറ്റാക്ക് ചെയ്യണേ? തട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗയുടെ അടുത്തേക്ക് ഇപ്പൊ സീനിയർ അഡ്വൈസേഴ്സ് ആയിട്ടുള്ള ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും വരും. അവരെ കാണുന്നത് തന്നെ നമ്മുടെ ഹൊക്കാഗെ ആന്റിക്ക് ഇപ്പൊ തീരെ ഇഷ്ടല്ല. ഗ്രാൻഡ് പറയും, ഒരു പ്രത്യേക കാര്യം പറയാനാണ് ഞാനിപ്പോ ഇവിടേക്ക് വന്നത്. നിന്റെ അസിസ്റ്റന്റ് എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോ ഇവിടെ ഹൊക്കാഗയ്ക്കാവട്ടെ കലി കേറി വരും. ഗ്രാൻഡ് പറയും, നറൂട്ടോ കുട്ടപ്പനെ ഒരിക്കലും ഈ ഒരു മിഷന് വേണ്ടി നീ അയക്കരുത്. അക്കാസ്കി മെമ്പേഴ്സ് അവർക്ക് ഓൾറെഡി ആവശ്യം ഇപ്പൊ നറൂട്ടോയുടെ ഉള്ളിലെ ആ ഒരു മോൺസ്റ്ററിനെയാണ്. ഓൾറെഡി ഗാറയ്ക്ക് പോലും അവരുടെ മുൻപില് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസ്ഥയില് ഇപ്പൊ കുട്ടപ്പനെ അയക്കുകയാണെങ്കിൽ അത് വലിയ അപകടമാണ്. തൽക്കാലം അവന് ചെറിയ ചെറിയ മിഷൻസ് മാത്രം കൊടുക്കുക. ഈ ഒരു മിഷന് അതിന് നീ മറ്റാരെങ്കിലും കണ്ടെത്തണമെന്ന് പറയുമ്പോ ഹൊക്കാഗയ്ക്കാവട്ടെ അവള് ദേഷ്യപ്പെട്ടു പറയും, ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഈ ഒരു മിഷന് അതിന് പറ്റിയ ആള് നറൂട്ടോ കുട്ടപ്പൻ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവനെ ഞാൻ പറഞ്ഞയക്കും. നിങ്ങളല്ല, അസിസ്റ്റന്റ് അല്ല, ആര് പറഞ്ഞാലും ഈ ഒരു കാര്യത്തില് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അതിന് ഗ്രാൻമ പറയും, നറൂട്ടോ കുട്ടപ്പൻ ഒരു മോൺസ്റ്റർ ആണ്. അവന്റെ ഉള്ളിലെ മോൺസ്റ്ററും അവനും ഈ ഗ്രാമത്തിന്റെ സർവൈലൻസിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. അതിന് ഹൊക്കാഗ പറയും, അവൻ ആവശ്യമായിട്ടുള്ള 4 പേരടങ്ങിയ ടീം അത് ഞാൻ അവന് കൊടുക്കും. അവനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മിഷൻ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാമത്തിൽ തന്നെ ജീവിച്ചവനാണ് ഗാറ. അക്കാസ്കി മെമ്പേഴ്സ് സാൻഡ് വില്ലേജിലേക്ക് കയറി ചെന്നാണ് ഗാറയെ അവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. അതുപോലെ നാളെ അവർ ലീഫ് വില്ലേജിലേക്ക് വന്ന് കുട്ടപ്പനെയും തട്ടിക്കൊണ്ട് പോയിക്കൂടാ എന്നില്ല. കുട്ടപ്പൻ ഓരോ മിഷൻ ഏറ്റെടുത്ത് മറ്റു പല ലൊക്കേഷനിലൂടെയും മാറി മാറി പോയിക്കൊണ്ടിരുന്ന അവർക്ക് അത്ര പെട്ടെന്ന് കുട്ടപ്പനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. മാത്രമല്ല അതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് കുട്ടപ്പനെ ഒരുപാട് വിശ്വാസമാണ്. അവനൊരു നല്ല ഷിനോബിയാണ്. അവനെ കൊണ്ട് ഈ മിഷൻ അത് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതിന് അപ്പൂപ്പൻ പറയും, നീ സംസാരിക്കുന്ന കേട്ടാല് ഇപ്പൊ ഒരു ഹൊക്കാഗ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് കാലി കയറി വേറെ തുള്ളി ഇപ്പൊ ഹൊക്കാഗ പറയും, ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ കോംപ്രമൈസ് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിൽ തർക്കിച്ചു കൊണ്ടേയിരിക്കുകയാണെന്ന് പറയുമ്പോ ഇപ്പൊ ഗ്രാൻഡ്പ പറയും, ഒരു പക്ഷേ നിന്റെ കണക്കൂട്ടലുകൾ തെറ്റി അക്കാസ്കി മെമ്പർ കുട്ടപ്പനെ കൊണ്ടുപോയ അതൊരു മഹാവിപത്തിലായിരിക്കും കലാശിക്കുക. കാരണം കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു മോൺസ്റ്റർ അത് 9 ടൈൽ ഫോക്സ് ആണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ കുട്ടപ്പനും കബൂട്ടോ ആയിട്ടുള്ള ആ ഒരു ഫൈറ്റ് ആലോചിക്കും. കബൂട്ടോ കുട്ടപ്പന്റെ തൊട്ടടുത്തെത്തുമ്പോ റെസംഗൻ പവർ ഉപയോഗിച്ച് അവനെ അട്ടിച്ചു തെറിപ്പിച്ച് ഈ വില്ലേജിലെ 5th ഹൊക്കാഗെ അത് ഞാനാണെന്ന് കുട്ടപ്പൻ വിളിച്ചു കൂവും. മാത്രമല്ല ഹൊക്കാഗെ അവളുടെ അനിയനെയും ലവറിനെയും എല്ലാം തന്നെ ഇപ്പൊ ആലോചിക്കും. അവരെ പോലെ തന്നെ കുട്ടപ്പനെയും ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ആ ഒരു നെക്ലേസ് പോലും ഹൊക്കാഗ കുട്ടപ്പന് കൊടുത്തത്. ഹൊക്കാഗ പതിയെ പറയും, കുട്ടപ്പനെ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. അത് കേട്ട് ഗ്രാൻഡ്പ പറയും, ഒരു പക്ഷേ നിന്റെ വിശ്വാസം തെറ്റിപ്പോയാല് അത് വലിയ വിപത്തായി മാറുക ലീഫ് വില്ലേജിനാണ്. അതിന് ഹൊക്കാഗ പറയും, അങ്ങനെയൊന്നുണ്ടായ എന്റെ ജീവൻ കൊടുത്തും ഈ വില്ലേജിനെ
ഞാൻ രക്ഷിക്കും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഗ്രാൻഡ്പ പറയും, നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കില് കുട്ടപ്പന്റെ ആ ഒരു ടീമില് ഞങ്ങൾ പറയുന്ന ആളെ നീ ചേർക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ ഡാസോയെ അവരകത്തേക്ക് വിളിക്കും. ഡാൻസോയെ കാണുമ്പോ ഇപ്പൊ ഹൊക്കാഗ പോലും ഒരു സെക്കൻഡ് ഷോക്കായി പോവും. അവൻ കാക്കാഷിയെ പോലെ ഒരു കണ്ണ് മൂടിക്കെട്ടി ഇപ്പൊ ഹൊക്കാഗയോട് പറയും, നിന്നെ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് കാലായി. ഇപ്പൊ കാണാൻ സാധിച്ചതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഹൊക്കാഗ ഞെട്ടിയിട്ട് ഇപ്പൊ ഗ്രാൻഡ്പയോട് ചോദിക്കും, അപ്പൊ നിങ്ങള് ഫൗണ്ടേഷനിലുള്ളവരെ ആണല്ലേ കുട്ടപ്പന്റെ ടീമില് ഇപ്പൊ ചേർക്കാൻ ശ്രമിക്കുന്നത്? കട്ട് ചെയ്താ ഇതേ ഡാസോയുടെ ശിഷ്യനുമായിട്ടാണ് ഇപ്പൊ കുട്ടപ്പൻ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഉടനെ അവൻ കുട്ടപ്പനോട് പറയും, ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും കൂടുതൽ വീക്കാണ് നീ ഇപ്പോ. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ജിപ്സ് ഉപയോഗിച്ച് അവിടുന്ന് മാഞ്ഞു പോവും. അത് കണ്ട് ഷിക്കമരു അവനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഷിക്കമരുവിനും അവനെ പിടുത്തം കിട്ടില്ല. അപ്പൊ അതേ സമയത്ത് ഈനോ അവിടേക്ക് വന്ന് ഇപ്പൊ ചോച്ചിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഒരുപാട് നേരായി മിഷനു വേണ്ടി എല്ലാവരും നിന്നെ കാത്തിരിക്കുകയാണ്, നീ ഇവിടെ വെറുതെ വായി നോക്കി നിൽക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അവള് ചൂടാവുമ്പോ അതിന് ചോച്ചി പറയും, ആരോ ഒരുത്തൻ ഞങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല, അവൻ ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അതാരപ്പ അങ്ങനെ ഒരുത്തനെന്നും പറഞ്ഞ് ഇപ്പൊ ഈനോ ആവട്ടെ അവള് കണ്ണ് തള്ളി നോക്കുമ്പോ മച്ചിന്റെ പുറത്ത് ഇപ്പൊ കുട്ടപ്പനെ കാണും. അവൾ അവനെ കണ്ട് ഞെട്ടി, ഇത് കുട്ടപ്പനല്ലേ, ഇവൻ എപ്പോ വന്നു? അവള് കൈയൊക്കെ വീശി കാണിക്കും, ഹലോ ഹായ് ഇത് ഞാനാണ് ഈനോ, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ച് ഇപ്പൊ ഈനോ ആവട്ടെ കുട്ടപ്പനോട് കുശലം പറയാൻ ആരംഭിക്കും. കട്ട് ചെയ്താ ഇവിടെ ഹൊക്കാഗ പറയും, ഇതൊരാളല്ലേ ഉള്ളൂ, ടീമിലേക്ക് 2 പേരെ ആവശ്യമാണ്, ഒരാളെ കൂടെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതിന് ഗ്രാൻഡ്പ പറയും, ആക്ച്വലി കാക്കാഷിക്ക് വയ്യാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ ഒരാളെ മാത്രം കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയുമ്പോ അസിസ്റ്റന്റ് ചേച്ചി പറയും, കാക്കാഷിയുടെ സ്ഥാനത്ത് എത്രയും പെട്ടെന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കണം. കാക്കാഷിക്ക് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് കേൾക്കുമ്പോൾ ഡാൻസോ പറയും, ആക്ച്വലി നീ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്ന ആളല്ലേ, എന്തുകൊണ്ട് അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് നിനക്കൊരാളെ എടുത്തുകൂടാ? അതിന് ഗ്രാൻഡ്പ അതൊരു നല്ല ഐഡിയ ആണ്, അങ്ങനെ ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ ഹൊക്കാഗെ ആവട്ടെ ഫൈനൽ സെലക്ഷൻ അത് ഞാൻ തന്നെ നടത്തുമെന്ന് പറഞ്ഞ് ഇപ്പൊ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കും. ഹൊക്കാഗയുടെ പിന്നാലെ തന്നെ വന്ന് ഇപ്പൊ അസിസ്റ്റന്റ് ചേച്ചി ഹൊക്കാഗയോട് മാപ്പ് പറയും, എന്നോട് ദേഷ്യം തോന്നരുത്, എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു വലിയ തെറ്റുപറ്റി. അതിന് ഹൊക്കാഗ പറയും, ഞാനിപ്പോ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചല്ല, അവനെക്കുറിച്ചാണ്, ആ ഒരു ഡാൻസോയെ കുറിച്ച്. കാരണം എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളുമാണ് അവൻ വായിച്ചെടുത്തതുപോലെ ഇപ്പൊ അവിടെ പറഞ്ഞത്. അപ്പ ഹൊക്കാഗെ ഇപ്പൊ വീണ്ടും നറൂട്ടോ കുട്ടപ്പനെ പ്രൊട്ടക്ട് ചെയ്യാനായി കാക്കാഷിക്ക് പകരം ആരെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഇപ്പൊ കൂലങ്കക്ഷമായിട്ട് ആലോചിക്കും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി എനിക്കൊരു ഐഡിയ ഉണ്ടെന്നും പറഞ്ഞ് വീണ്ടും ഹൊക്കാഗയോട് പറയും. അത് കേൾക്കേണ്ട താമസം ഹൊക്കാഗെ ആവട്ടെ, നിർത്തിനടി നീ, സ്റ്റോപ്പ് ദ ഫക്ക്, നിന്റെ ഐഡിയ കൊണ്ടാണ് ഞാനിപ്പോ ഇവിടം വരെ എത്തിയത്, എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഹൊക്കാഗെ ആവട്ടെ ആളുടെ ഓഫീസിലേക്ക് പോകും. അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ ഹൊക്കാഗെ എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അവിടേക്ക് ഒരാൾ കടന്നു വരും. അവനെ കാണുമ്പോ തന്നെ ഇപ്പൊ ഹൊക്കാഗ പറയും, ഓ നീ ഇത്ര പെട്ടെന്ന് എത്തിയോ? ആക്ച്വലി നമ്മുടെ ഹൊക്കാഗെ ഇപ്പൊ അൻപു ബ്ലാക്ക് ഓപ്സിൽ നിന്ന് ഒരാളെ കണ്ടുപിടിച്ചു. ഹൊക്കാഗ പറയും, ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അൻപു ബ്ലാക്ക് ഓപ്സിന്റെ മിഷന്റെ അത്രയൊന്നുമില്ല, ഇതൊരു കാഷ്വൽ മിഷനാണ്, കാക്കാഷിക്ക് പകരമായിട്ടാണ് നിന്നെ ഞാൻ തെരഞ്ഞെടുത്തത്. സോ അത് മാത്രമല്ല, ഈ ഒരു ടീമില് ബേസിൽ നിന്ന് പോലും ഒരാളെ കൂടെ ഹയർ ചെയ്തിട്ടുണ്ട്, അവനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൂടെ നീ ആരും അറിയാതെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരണം. അവനെ റെക്കമെൻഡ് ചെയ്തത് ഡാൻസോ ആണ്. ഡാൻസോയും തേർഡ് ഹൊക്കാഗയും കട്ട ഫ്രണ്ട്സ് ആണ്. ഡാൻസോ ആണ് ഫൗണ്ടേഷൻ ഗ്രൂപ്പിൽ തന്നെ പ്രധാനപ്പെട്ട ഒരാള്. അൻപു ബ്ലാക്ക് ഓപ്സ് പോലും അവനിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. അതിന് മാസ്ക് മാൻ പറയും, ഹൊക്കാഗ ടെൻഷൻ അടിക്കണ്ട, എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഞാൻ അപ്പൊ അറിയിക്കാം. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറയുടെ അടുത്തേക്ക് നറൂട്ടോ കുട്ടപ്പൻ ഓടി വരികയാണ്. കുട്ടപ്പൻ പറയും, ഹൊക്കാഗയാണ് എന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത്, കാക്കാഷിക്കും സാസുകയ്ക്കും പകരം പുതിയ 2 പേരെ അവര് കണ്ടുപിടിച്ചു, ഇനി ഒരുപക്ഷെ പുതുതായിട്ട് വരുന്ന ആ ഒരാളും കാക്കാഷിയെ പോലെ എപ്പോഴും ലേറ്റ് ആയിരിക്കുമെന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കും. അപ്പൊ ലോങ് ഷോട്ടിന്ന് ഇപ്പൊ സായി അവിടേക്ക് കടന്നു വരുമ്പോ കുട്ടപ്പനാവട്ടെ, ഇതവനല്ലേ, നീയല്ലേ എന്നെ അറ്റാക്ക് ചെയ്തെന്നും പറഞ്ഞ് അവന്റെ അടുത്ത് ചൂടാവാൻ തുടങ്ങും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ അവിടേക്ക് മാസ്ക് മാൻ വന്ന് കുട്ടപ്പനോടും സാക്കുറയോടും പറയും, ഈ ഒരു മിഷനില് നിങ്ങളെ നിയന്ത്രിക്കുക, നിങ്ങളുടെ കൂടെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരിക്കുന്നു പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.